ശരി, കെ സജീഷ് കൂടി. സജീഷ്, ഇപ്പോൾ രാഷ്ട്രീയമായി നവകേരള സർവേയുമായി മുന്നോട്ട് പോകാമെന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് സർക്കാരിന് ആശ്വാസമാകുന്നു എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിലുള്ള ഒരു തിരിച്ചടിയാവുന്നു എന്ന കാര്യം കൂടിയുണ്ട്. സർവേക്കെതിരെ KSUവിലെ 2 അംഗങ്ങളാണ്, KSU നേതാക്കളാണ് ഹൈക്കോടതിയിൽ പോയിരുന്നത്. ഹൈക്കോടതിയിൽ നിന്നും സർവേയെ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവുണ്ടാക്കുമ്പോൾ പ്രതിപക്ഷം ആ നിലയ്ക്ക് ആഘോഷിച്ചതുമാണ്. ഇപ്പോൾ സുപ്രീം കോടതിക്ക് വളരെ വേഗം അപ്പീൽ പോകുമ്പോൾ സർക്കാരിന് ആശ്വാസമായി കോടതിയിൽ നിന്ന് വരുന്നിരിക്കുന്ന പരാമർശങ്ങളും പ്രധാനമാണ്. ഒരു സർക്കാരിന് നയങ്ങൾ നടപ്പാക്കാം, സർക്കാരിന് അതിന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിൽ തെറ്റില്ല. ക്ഷേമ പദ്ധതികളിൽ നിങ്ങൾക്കതുകൊണ്ട് ഗുണമുണ്ടായോ എന്ന് അവരിൽ നിന്ന് അഭിപ്രായം നേടുന്നതിൽ എന്ത് തെറ്റാണ് എന്നുകൂടിയാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. സജീഷ്. സ്മൃതി, തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിനത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസ വാർത്ത തന്നെയാണ് ഇപ്പോൾ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായ പരാമർശം. ഇതിൽ ഹൈക്കോടതിയുടെ സ്റ്റേ നീക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശമായി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതിൻ്റെ അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ജനങ്ങളിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്ത് അല്ലെങ്കിൽ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ആദ്യം മുതൽ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന വാദം. ഇതാണ് സുപ്രീം കോടതി പരാമർശത്തിലൂടെ ശരിവച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാണ്. നവകേരള സർവേ എന്നത് പറഞ്ഞതിലൂടെ ഒരു രാഷ്ട്രീയ സർവേ നടത്തുകയാണ് സർക്കാർ ചെയ്തത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സർവേയാണ്. അതിന് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് 20 കോടി ചെലവിട്ട് പൊതുജനത്തിന്റെ നികുതി പണം ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ സർവേ നടത്തുകയാണ് ചെയ്തതെന്നാണ് പ്രതിപക്ഷവാദം. ആ വാദത്തിന് ഏതായാലും ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. ഏതായാലും സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട തുടർവാദങ്ങൾ ഉണ്ടാകും. ആ 20 കോടി എങ്ങനെ ചെലവഴിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് നൽകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ തുടരാം. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഇന്ന് ഒട്ടേറെ തിരിച്ചടികൾ സർക്കാരിന് കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഏതായാലും അതിനൊടുവിൽ ഇപ്പോൾ ഒരു ആശ്വാസ വാർത്ത സുപ്രീം കോടതി ലഭിച്ചു. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി തുടർ ദിവസങ്ങളിൽ എന്ത് വാദമായിരിക്കും മുന്നോട്ട് വയ്ക്കുന്നതും നിർണായകമാണ്.